ക്ഷേത്ര ചുറ്റമ്പലത്തിൽ അച്ചായൻസ് ഗോൾഡ് കടയുടെ പരസ്യം സ്ഥാപിച്ചതിനെ തുടർന്ന് വൻ ഭക്തജനരോഷം. ഭഗവാൻ ശിവന്റെ ചിത്രത്തിന് മുകളിൽ അച്ചായന്റെ ചിത്രം വെച്ചാണ് പരസ്യം പതിപ്പിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക്. ചുറ്റമ്പലത്തിനുള്ളിൽ എങ്ങനെ സ്വകാര്യ വ്യക്തിയുടെ ഫ്ലെക്സ് ബോർഡുകൾ വന്നു ചുറ്റമ്പലത്തിനുള്ളിൽ ഈ അച്ചായൻസ് ഗോൾഡിന്റെ ബോർഡ് വന്നതിന് അല്ല, ചുറ്റമ്പലത്തിനുള്ളിൽ ബോർഡ് വെക്കാൻ ഹൈക്കോടതിയിൽ ഓർഡർ ഉള്ളതല്ലേ, ഫ്ലെക്സ് ബോർഡ് വെക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ പരസ്യ ബോർഡിനകത്ത് കയറി അത് നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ഓഫീസല്ലേ, നിങ്ങൾ അങ്ങനെ തെറ്റുപറ്റുന്ന മാറ്റുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? എന്ത് സ്പോൺസർ? ചുറ്റമ്പലത്തിനുള്ളിലോ സ്വകാര്യ വ്യക്തിയുടെ ഫ്ലെക്സ് ബോർഡ് വെക്കുന്നു, സ്പോൺസർ ചെയ്യുന്നു. എന്ത് സ്പോൺസർ? എന്താ നേടിയത്? എന്നിട്ട് എത്ര രൂപയ്ക്ക് സ്പോൺസർ നേടിയത്? എന്താ സ്പോൺസർ ചെയ്ത് ഫ്ലെക്സ് ബോർഡ് വെക്കുന്നു? ഫ്ലെക്സ് ബോർഡ് യൂസ് ചെയ്യത്തില്ലെന്ന് അറിയാമല്ലോ. ഫ്ലെക്സ് ബോർഡ് കേരളത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ നിരോധിച്ചിട്ടുള്ള കാര്യം അറിയാമോ? ഈ ചുറ്റമ്പലത്തിനുള്ളിൽ ഈ നാലുകെട്ട് ഈ ചുറ്റുമതിലിനുള്ളിൽ നിങ്ങൾ എങ്ങനെ ഫ്ലെക്സ് ബോർഡ് വെച്ചത്? കഴിഞ്ഞ കൊല്ലം വെച്ചിട്ട് മാറ്റാത്ത എന്താ? അങ്ങനെയാണെങ്കിൽ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് വേണ്ടില്ല, കണ്ടോമരെ പരസ്യം വെക്കാനുള്ള സ്ഥലമല്ല. കണ്ടോന്റെ പരസ്യം വെക്കാനുള്ള സ്ഥലമാണോ ക്ഷേത്രം? നിങ്ങൾ തീരെഴുതി കൊടുക്കൂല. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാലമ്പലത്തിനുള്ളിലും വെക്കൂലോ. നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറല്ലേ? നിങ്ങളപ്പോ ഒരു വർഷം മുമ്പ് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് നിങ്ങൾ മാറ്റാൻ എന്ത് നടപടി എടുത്തത്? മാറ്റാൻ എന്തെങ്കിലും നടപടി എടുത്തോ? മിണ്ടാത്തതെന്താ? ഫ്ലെക്സ് ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട്. അത് ഈ ക്ഷേത്രത്തിനുള്ളിൽ നിങ്ങൾ പരസ്യ ബോർഡ് വെച്ചിരിക്കുന്നു. ക്ഷേത്രത്തിനുള്ളിൽ കേരളത്തിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് എത്ര കിട്ടി? എത്ര രൂപ കിട്ടി? നിങ്ങൾ എത്ര രൂപ മേടിച്ച്? നിങ്ങൾ പണം വാങ്ങാതെ ഈ സാധനം ഇവിടെ ഇരിക്കുമോ? ഈ ക്ഷേത്രത്തിനുള്ളിൽ ഫ്ലെക്സ് ബോർഡ് വെക്കാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യം വന്നു? എത്രമാത്രം ധൈര്യം വന്നു? ഇത് പുറത്തല്ലല്ലോ, ഈ ചുറ്റമ്പലത്തിനുള്ളിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നു. അതും ഭഗവാൻ അവന്റെ താഴെ, പരസ്യ ബോർഡിന്റെ താഴെ, പരസ്യ മുതലാളിയുടെ താഴെ ഭഗവാന്റെ ഫോട്ടോ വെച്ചിരിക്കുക. നിങ്ങൾ തീരെഴുതി കൊടുക്കൂലോ? ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് തൊടാൻ പറ്റുമോ? ഇവിടെ ഭഗവാൻ ഉണ്ടോ? എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുമോ? നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ? മാസം ശമ്പളം കിട്ടുന്നുണ്ടോ? മാസം ശമ്പളം കിട്ടുന്നുണ്ടോ? അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരെ പേര് വെച്ചിരുന്നാൽ പോരെ. ഈ ക്ഷേത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓഫീസർമാരെ നിയമിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ദൂർത്തടിക്കാനും കളക്കാനും കാശ് മേടിച്ച് ഇവിടെ ഫ്ലെക്സ് ബോർഡ് വെക്കാൻ വേണ്ടിയിട്ടല്ല. എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് തന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഹൈക്കോടതി കയറ്റി തന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഒരു വർഷമായിട്ട് ഇരിക്കണം. ഒരു വർഷം മുമ്പ് വെച്ചാണ്. പിന്നെ തന്റെ പണി എന്താണ്? ഒരു വർഷം മുമ്പ് വെച്ചതാണ്. ഇവിടെ കാര്യങ്ങൾ നേരെ നോക്കി നടത്താൻ വേണ്ടി ഓഫീസർമാരെ വെച്ചിരിക്കുന്നത്. താൻ നന്നായി, തന്റെ കുടുംബം നന്നായി, ഇവിടെ ഉള്ളവരൊക്കെ നന്നാക്കുകയല്ല വേണ്ടത്. ഏറ്റുമാനൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഒരു ഭക്തൻ ചോദ്യം ചെയ്യുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടത്. കേരളത്തിൽ തന്നെ ഫ്ലെക്സ് ബോർഡിന് നിയന്ത്രണം ഉള്ളപ്പോഴാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിനുള്ളിൽ ഇത്തരത്തിൽ പരസ്യം പതിപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിനുള്ളിൽ ഒരു വർഷമായി ഈ പരസ്യം പതിപ്പിച്ചിട്ട്, എന്നാൽ അധികാരികൾ കണ്ണടയ്ക്കുകയായിരുന്നു. ഇതാണ് ഭക്തരെ ചൊടിപ്പിച്ചത്. പണം വാങ്ങാതെ അധികാരികൾ ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യില്ല എന്നാണ് ഭക്തർ പറയുന്നത്. ഏതായാലും മറ്റൊരു ക്ഷേത്രത്തിലും ഇത്തരത്തിൽ ഒരു പരസ്യം കാണാൻ സാധിക്കില്ല. ഏതായാലും ഇതിനെതിരെ കടുത്ത നടപടി വേണമെന്നാണ് ഭക്തരുടെ ആവശ്യം. ഇത്തരത്തിലൊരു അവസ്ഥ ഒരു ക്ഷേത്രത്തിലും ഉണ്ടാവാനും പാടില്ല. ഇത്തരം പ്രവൃത്തിക്ക് അധികാരികൾ ഇനി കുടപിടിക്കാനും പാടില്ല. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.